നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് പുതിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമുള്ള ക്രിക്കറ്റ് യുക്തിക്ക് നിരക്കാത്ത ഒരു അവിശ്വസനീയ ബാറ്റിംഗ് വിസ്ഫോടനത്തിനാണ് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് മൈതാനം സാക്ഷ്യം വഹിച്ചത്. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഇന്ത്യൻ കൗമാരക്കാരൻ ലോകത്തിലെ വമ്പൻ മാച്ച് വിന്നർമാർക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പടുകൂറ്റൻ ലോക റെക്കോർഡ് സ്വന്തം പേരിൽ എഴുതി ചേർത്തിരിക്കുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയെ കുറിച്ചാണ്. ശ്രീലങ്ക എ ടീമിനെതിരെയുള്ള കലാശ പോരാട്ടത്തിൽ ഫൈനൽ മത്സരത്തിന്റെ കനത്ത സമ്മർദ്ദങ്ങളെ അപ്പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും 11 പന്തിൽ നിന്നാണ് ഈ 15 വയസ്സുകാരൻ തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചത്. ലിസ്റ്റ് എ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന ഹിമാലയൻ ലോക റെക്കോർഡാണ് ഇതോടെ വൈഭവ് സൂര്യവംശി എന്ന ബീഹാർ സ്വദേശിയായ ഇടംകയ്യൻ ബാറ്റർ തകർത്തെറിഞ്ഞത്. വെറും ഒരു റെക്കോർഡ് തകർക്കൽ മാത്രമല്ല ഇത്. ഈ ഇന്നിംഗ്സിന് പിന്നിൽ ചോരത്തിളപ്പുള്ള ഒരു വലിയ പ്രതികാരത്തിന്റെ കഥയുണ്ട്. മുൻപത്തെ ലീഗ് മത്സരത്തിൽ തന്നെ അധിക്ഷേപിച്ച സ്ലെഡ്ജ് ചെയ്ത ശ്രീലങ്കൻ താരങ്ങളുടെ അഹങ്കാരത്തിനു മുന്നിൽ ബാറ്റ് കൊണ്ട് നൽകിയ ഒരു അത്യുഗ്രൻ പ്രതികാര ഇന്നിംഗ്സ് കൂടിയായിരുന്നു ഇത്. അതും പോരാഞ്ഞ് IPL 2026 സീസണിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി റൺസ് അടിച്ചുകൂട്ടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചതിനു പിന്നാലെ ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള സീനിയർ ഇന്ത്യൻ 2020 ടീമിലേക്കും ഈ 15 വയസ്സുകാരൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിലിനെയും വീരേന്ദ്ര സേവാഗിനെയും പോലും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വൈഭവ് നടത്തിയ ആ സിക്സർ പെരുമഴയുടെ കണക്കുകളുടെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് സ്പോർട്സ് പിച്ചിന്റെ ഒരു പ്രത്യേക മാസ് റെക്കോർഡ് വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ കൃത്യമായ കണക്കുകളിലേക്ക് വരാം. ലിസ്റ്റ് എ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ബാറ്റ്സ്മാൻമാർ പലതരത്തിലുള്ള മിന്നൽ ഇന്നിംഗ്സുകളും കളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 15 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം ചെയ്തത് ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. നമുക്ക് ആ റെക്കോർഡിന്റെ മാറ്റൊന്ന് പരിശോധിക്കാം. 2005 വെറും 12 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചുകൊണ്ട് ശ്രീലങ്കയുടെ കൗശല വീരരത്നെ സ്ഥാപിച്ച വമ്പൻ റെക്കോർഡാണ് ഇതോടെ തകർന്നു വീണത്. കഴിഞ്ഞ 21 വർഷമായി ലോക ക്രിക്കറ്റിൽ ആർക്കും തകർക്കാൻ കഴിയാതെ ഭദ്രമായിരുന്ന ആ റെക്കോർഡാണ് ബീഹാറിന്റെ മണ്ണിൽ നിന്ന് വന്ന് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഈ ഇടംകയ്യൻ അടിയറവ് പറയിപ്പിച്ചത്. ഒരു ശ്രീലങ്കൻ താരത്തിന്റെ റെക്കോർഡ് ശ്രീലങ്കൻ ടീമിനെതിരെ തന്നെ വെറും 11 പന്തിൽ അടിച്ചെടുത്ത് വൈഭവ് സൂര്യവംശി തന്റെ പേരിൽ തിരുത്തിക്കുറിച്ചു. ഇന്ത്യൻ താരങ്ങളുടെ റെക്കോർഡ് എടുത്തു നോക്കിയാൽ ഇതിനു മുൻപ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ കളിക്കാരൻ നേടിയ ഏറ്റവും വേഗമേറിയ 50 സർഫറാസ് ഖാന്റെ പേരിലായിരുന്നു, 15 പന്തിൽ. ആ റെക്കോർഡിനെയെല്ലാം വെറും നിസ്സാരമാക്കിക്കൊണ്ടാണ് വൈഭവ് 11 പന്തിലേക്ക് ദൂരം ചുരുക്കിയത്. ലങ്കൻ പേസർ ദുലാജ് സമുദ്രയെ തുടർച്ചയായി 2 തവണ അതിശക്തമായി സിക്സറിന് പറത്തിക്കൊണ്ടാണ് താരം ഈ ചരിത്ര അർദ്ധ സെഞ്ചുറിയിലേക്ക് ലാൻഡ് ചെയ്തത്. മൈതാനത്തിന്റെ 4 പാടും സിക്സറുകൾ മാത്രം പറക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അർദ്ധ സെഞ്ചുറി തികച്ചതിനു ശേഷവും വൈഭവ് തന്റെ ആക്രമണം അവസാനിപ്പിച്ചില്ല. തുടക്കം മുതൽ ലങ്കൻ ബൗളർമാരെ നിലം തൊടാതെ പറത്തുകയായിരുന്നു ഈ ഇടംകയ്യൻ റൺ വേട്ടക്കാരൻ. കേവലം 29 പന്തിൽ നിന്ന് 94 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. സെഞ്ചുറിക്ക് വെറും 6 റൺസ് മാത്രം അകലെയാണ് താരം പുറത്തായത്. നമുക്ക് ആ ഇന്നിംഗ്സിന്റെ ഞെട്ടിക്കുന്ന വിപുലമായ കണക്കുകൾ ഒന്ന് വിശകലനം ചെയ്യാം. വൈഭവ് സൂര്യവംശി ഇന്നിംഗ്സ് ബ്രേക്ക് ഡൗൺ കണക്കുകൾ: നേടിയ റൺസ് 94, നേരിട്ട പന്തുകൾ 29, ഫോറുകൾ 10, സിക്സറുകൾ 8, സ്ട്രൈക്ക് റേറ്റ് 324.13. ഈ കണക്കുകൾ ഒന്ന് നോക്കൂ. 324.13 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ആ ബാറ്റിംഗ് വിരുന്ന്. നേരിട്ട 29 പന്തിൽ 18 പന്തുകളും അതിർത്തി കടന്നു. അതായത് 10 ഫോറുകളും 8 അത്യുഗ്രൻ സിക്സറുകളുമാണ് ആ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. കേവലം ബൗണ്ടറികളിൽ നിന്ന് മാത്രം താരം നേടിയത് 88 റൺസാണ്. 9ാം ഓവറിലെ 5ാം പന്തിൽ സഹൻ അരച്ചിഗയുടെ പന്തിൽ മിഡ് ഓഫിൽ ക്യാച്ച് നൽകി പുറത്താകുമ്പോൾ ഇന്ത്യൻ സ്കോർ 132 റൺസിൽ എത്തിയിരുന്നു. ചിന്തിച്ചു നോക്കൂ, ടീം സ്കോർ 9 ഓവറിൽ 132 നിൽക്കുമ്പോൾ അതിൽ 94 റൺസും ഈ ഒരു 15 വയസ്സുകാരന്റെ വകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ലിസ്റ്റ് എ സെഞ്ചുറി ഓസ്ട്രേലിയൻ താരം ജേക്ക് ഫ്രേസർ മഗ്ഗുർക്കിന്റെ പേരിലാണ്.
ആ റെക്കോർഡിനൊപ്പം എത്താൻ വെറും ഒരു ഹിറ്റിന്റെ, ഒരു സിക്സറിന്റെ അകലം മാത്രമുള്ളപ്പോഴാണ് താരം നിർഭാഗ്യവശാൽ ഔട്ടായത്. എങ്കിലും ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഗ്രസീവായ, ഏറ്റവും നാശകാരിയായ ഒരു പവർ ഹിറ്റിംഗ് ഇന്നിങ്സ് തന്നെയാണ് വൈഭവ് കെട്ടഴിച്ചത്. ക്രിക്കറ്റ് പ്രേമികളെ ഈ ഇന്നിങ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച വശം ഇതിന്റെ പിന്നിലെ കൃത്യമായ പകവീട്ടലിന്റെ കഥയാണ്. ഇതൊരു വെറും ഫൈനൽ മത്സരമായിരുന്നില്ല. വൈഭവിന് ഇതൊരു പ്രതികാര ഇന്നിങ്സ് കൂടിയായിരുന്നു. ഈ പരമ്പരയിലെ മുൻപത്തെ ലീഗ് മത്സരത്തിൽ ശ്രീലങ്കൻ താരങ്ങൾ വൈഭവിനെ കടുത്ത രീതിയിൽ സ്ലഡ്ജ് ചെയ്യുകയും ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രായത്തിൽ വളരെ ചെറിയ കുട്ടിയായ വൈഭവിനെ മാനസികമായി തളർത്താൻ ലങ്കൻ കളിക്കാർ മൈതാനത്ത് കടുത്ത വാക്കേറ്റങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. ഇരു ടീമുകളിലെയും കളിക്കാർ തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കാണ് ആ മത്സരം സാക്ഷ്യം വഹിച്ചത്. അന്ന് ലങ്കൻ താരങ്ങൾ വിചാരിച്ചു കാണും സ്ലഡ്ജിങ്ങിലൂടെ ഈ 15 വയസ്സുകാരനെ പേടിപ്പിച്ചു നിർത്താമെന്ന്. എന്നാൽ അവർക്ക് തെറ്റി. തന്റെ മനസ്സിന്റെ കരുത്തും ചോരത്തിളപ്പും എന്താണെന്ന് ഫൈനലിൽ വൈഭവ് കാണിച്ചു കൊടുത്തു. മൈതാനത്ത് വാക്കുകൾ കൊണ്ട് വഴക്കിടാൻ നിൽക്കാതെ തന്റെ കയ്യിലെ ബാറ്റ് കൊണ്ട് ലങ്കൻ ബൗളർമാരുടെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കുന്ന മറുപടിയാണ് വൈഭവ് നൽകിയത്. ഓരോ സിക്സറും ഫോറും അടിക്കുമ്പോഴും തന്നെ സ്ലഡ്ജ് ചെയ്ത ലങ്കൻ താരങ്ങളുടെ മുഖത്തേക്ക് നോക്കി വൈഭവ് നൽകിയ ആ മറുപടി ക്രിക്കറ്റ് ലോകം അങ്ങേയറ്റം ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. അതെ, സ്ലഡ്ജ് ചെയ്താൽ കളി മാറും. അതിനുള്ള കൃത്യമായ മറുപടി ഫൈനലിൽ തന്റെ ബാറ്റ് കൊണ്ട് താരം നൽകിയെന്നാണ് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം വിലയിരുത്തുന്നത്. ഈ വൈഭവ് സൂര്യവംശി എന്ന താരം പെട്ടെന്നൊരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. തൊട്ടു മുൻപ് കഴിഞ്ഞ IPL 2026 സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും വലിയ കണ്ടെത്തലായിരുന്നു ഈ താരം. യുവപ്രതിഭകളെ കണ്ടെത്തി വളർത്തുന്നതിൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റും എപ്പോഴും മുന്നിലാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വൈഭവ്. IPL 2026 സീസണിൽ രാജസ്ഥാനു വേണ്ടി ഓപ്പണിംഗിലും ടോപ്പ് ഓർഡറിലും ഇറങ്ങിയ താരം അടിച്ചുകൂട്ടിയത് 776 റൺസാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര ബൗളർമാരെ അനായാസം സിക്സറുകൾക്ക് പറത്തിക്കൊണ്ടാണ് വൈഭവ് IPLൽ റൺവേട്ട നടത്തിയത്. IPLലെ ആ തകർപ്പൻ ഫോമിന്റെയും റൺവേട്ടയുടെയും തുടർച്ച തന്നെയാണ് നമ്മളിപ്പോൾ ശ്രീലങ്ക A ടീമിനെതിരെയുള്ള ഈ ഫൈനലിലും കണ്ടത്. വലിയ വേദികളെ ഭയമില്ലാത്ത, പ്രഷർ സിറ്റുവേഷനുകളിൽ കൂടുതൽ അപകടകാരിയാകുന്ന ഒരു യഥാർത്ഥ മാച്ച് വിന്നറായി വൈഭവ് സൂര്യവംശി മാറിക്കഴിഞ്ഞു. ഈ അസാധാരണ പ്രകടനങ്ങൾക്കുള്ള BCCIയുടെ കൃത്യമായ സമ്മാനം വൈഭവിനെ തേടിയെത്തിക്കഴിഞ്ഞു. IPLലെ ആ 776 റൺസ് പ്രകടനത്തിന് തൊട്ടു പിന്നാലെ ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള സീനിയർ ഇന്ത്യൻ 2020 ടീമിലേക്ക് വൈഭവ് സൂര്യവംശിയെ സെലക്ടർമാർ ഔദ്യോഗികമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 15 വയസ്സുകാരനായ ഒരു താരം സീനിയർ ഇന്ത്യൻ ടീമിൽ ഇടം നേടുക എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു താരം കടന്നു വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണെന്ന് കാണിക്കുന്നു. ഇംഗ്ലണ്ടിലെയും അയർലൻഡിലെയും പേസിനെ തുണക്കുന്ന കടുത്ത കണ്ടീഷനുകളിൽ വൈഭവിനെ പോലൊരു ഭയമില്ലാത്ത ബാറ്റർ ഓപ്പണിംഗിലോ ടോപ്പ് ഓർഡറിലോ വരുന്നത് ഇന്ത്യൻ ടീമിന് വലിയ ശക്തി പകരും. പവർ പ്ലേകളിൽ ബൗളർമാരെ അടിച്ചൊതുക്കാൻ വൈഭവിനുള്ള കഴിവ് വരാനിരിക്കുന്ന വലിയ പരമ്പരകളിൽ ഇന്ത്യക്ക് വലിയ ആയുധമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വൈഭവ് സൂര്യവംശി എന്ന ഈ 15 വയസ്സുകാരന്റെ റെക്കോർഡ് വിസ്ഫോടനത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? 11 പന്തിൽ 50 അടിച്ച് 21 വർഷത്തെ ലോക റെക്കോർഡ് തകർത്ത വൈഭവിന്റെ ഈ ഇന്നിങ്സ് നിങ്ങളെ എത്രത്തോളം ആവേശം കൊള്ളിച്ചു? IPLൽ രാജസ്ഥാനു വേണ്ടി തിളങ്ങിയ വൈഭവിന് സീനിയർ ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് 11ൽ ഉടൻ തന്നെ അവസരം നൽകണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും റെക്കോർഡ് വാർത്തകളും ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.
പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.